മുനമ്പം ഭൂപ്രശ്നത്തിൽ ഭൂസംരക്ഷണ സമിതിയുടെ സമരം ഇന്ന് 50-ാം ദിവസം. പ്രശ്നപരിഹാരത്തിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ സമരക്കാർ സ്വാഗതം ചെയ്തെങ്കിലും അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി CN രാമചന്ദ്രൻ നായരെ കമ്മീഷനായി സർക്കാർ നിയോഗിച്ചതിലാണ് സമരക്കാരുടെ പ്രതീക്ഷ. വഖഫ് നിയമങ്ങൾ കടലിലെറിഞ്ഞും പന്തം കൊളുത്തി പ്രതിഷേധവും നടന്നിരുന്ന മുനമ്പത്ത് നിലവിൽ സമാധാനപരമാണ് സമരം. തർക്കഭൂമിയിലെ താമസക്കാരുടെ അവകാശങ്ങളും താൽപര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്നും സർക്കാർ സ്വീകരിക്കേണ്ട നടപടികളും കമ്മീഷൻ ശുപാർശ ചെയ്യും. വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് മുനമ്പംകാരുടെ ഭൂമി ഒഴിവാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരക്കാർ. 3 മാസത്തിനകം ജുഡീഷ്യൽ കമ്മീഷൻ നടപടികൾ പൂർത്തീകരിക്കുമെന്ന സർക്കാർ ഉറപ്പിൽ നടപടികൾ വേഗത്തിലാക്കാനായി സമരക്കാരും സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട 600-ലധികം വരുന്ന കുടുംബങ്ങളാണ് ഇപ്പോഴും മുനമ്പത്ത് സമരം തുടരുന്നത്. വിവിധ സാമുദായിക സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും സമരത്തിന് പിന്തുണ നൽകി രംഗത്തുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമസങ്കീർണതയാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. മതസാമുദായിക കെട്ടുറപ്പിന് കോട്ടം തട്ടാതെ പ്രശ്നപരിഹാരം എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24.